ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാവം ശ്രീനാഥ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് വർഷയും വിവേകും കൂടി ആ ബീച്ചിലൂടെ നടക്കുന്നതും അവരൊരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ അബി. അത് കാണുന്ന ശ്രീനാഥ് അങ്ങ് ഹൃദയം പൊട്ടിപ്പോലെ ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്നു, എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ വർഷയെ മറ്റൊരാൾ സ്വന്തമാക്കി ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് വഴുകിപ്പോയി അവളിലേക്ക് എത്താനായിട്ട്. അതാണ് സംഭവിച്ചത്. അവൾക്ക് ഒരിക്കലും എന്നെ മറക്കാനും സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ, അതൊന്നുമല്ല, അവൾ വേറൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ശ്രീയെ പൂർണ്ണമായും മറന്നു തന്നെ പറയാം, അല്ലെങ്കിൽ അവൾ വിവാഹത്തിന് തയ്യാറാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രീനാഥ് ഒരിക്കലും തന്നെ അവൾ പൂർണ്ണ മനസ്സോടെ ആവില്ല. വിവേകിൻ്റെ ഭാര്യ ആവാനായിട്ട് പോകുന്നുണ്ടാവുക. അവളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാവുമെന്നും ശ്രീനാഥ് ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ അബിക്കാണെങ്കിലോ അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം അബിക്ക് എപ്പോഴും ശ്രീയെ സ്വന്തമാക്കണം എന്നൊരു വാശിയിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ വർഷയ്ക്ക് അറിയില്ലല്ലോ. പാവം വർഷ ശ്രീ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇന്ന് വരെ ഉള്ള നിമിഷങ്ങളിൽ കാത്തിരുന്നവളാണ്. അവൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനൊരു ചതി അബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളത്. അങ്ങനെ തന്നെ ശ്രീനാഥിനെ കുറേ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രീനാഥിൻ്റെ അടുത്ത് വില പോകുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടായിരിക്കും. അവളെ എനിക്ക് നേരിട്ട് കാണണം എന്ന് തന്നെ പറയുന്നുണ്ട്. അത് സമ്മതിക്കില്ല എന്ന് അബി പറയുന്നുണ്ട്. ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വക്കീലിന് എൻ്റെ ജീവിതത്തിൽ ഒരു വക്കീലിൻ്റെ റോള് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. നമുക്ക് കേസിൻ്റെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷേ വർഷയോട് ഞാൻ സംസാരിക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ ഈ വക്കീലല്ല എന്നും ശ്രീ പറയുന്നുണ്ട്. അപ്പോഴത്തേനും അബിക്ക് ഒരു ദേഷ്യം പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം നേരിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ വ്യക്തമായിട്ട് രണ്ടുപേർക്കും മനസ്സിലാവുക. കള്ളക്കളി പൊളി എന്നുള്ളതും ഉറപ്പാണ്. അതുകൊണ്ട് മാക്സിമം അബി അതിൽ നിന്ന് ശ്രീയെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം എന്തായാലും നമ്മുടെ ശ്രീ വർഷയുടെ അടുത്തേക്ക് തന്നെ എത്തുന്നുണ്ട് കേട്ടോ. പാവം വർഷ അത് കാണുമ്പോഴത്തേനും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ശ്രീക്ക് ഇപ്പം കണ്ട കാര്യം ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ശ്രീ ചിലപ്പോൾ വർഷം ഈ രൂപത്തിൽ കണ്ടത്, അതായത് വിവേകിൻ്റെ ഒപ്പം കണ്ടത് ഒരിക്കലും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകാനും സാധ്യതയുണ്ട്. വീണ്ടും മനസ്സിലാകത്ത് വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് വർഷം മറ്റൊരാളുടെ സ്വന്തമല്ല എന്ന് ശ്രീക്ക് മനസ്സിലാവുകയും ശ്രീ വർഷയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോഴത്തേനും അബിക്ക് പിന്നെയും സംശയമുണ്ട്. കാരണം ഇയാൾക്ക് ഇനിയിപ്പോൾ ഈ ഓർമ്മകളൊക്കെ പോയി കഴിഞ്ഞാലും പ്രശ്നമാണെന്നുള്ളത്, ആ ഒരു കാര്യത്തിലും അബിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. പിന്നീട് ഒരു ദിവസം ശ്രീ വർഷയുടെ മുന്നിൽ എത്തുക കേട്ടോ. പഴയ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ആ ബീച്ചിൽ വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രീ മറന്നു പോയിരിക്കുകയാണ്. അങ്ങനെ വർഷയെ താൻ തേടിക്കൊണ്ട് വന്നിട്ടുള്ള വർഷയെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കണ്ടെത്തുമ്പോൾ സമയത്ത് തന്നെ വർഷ ആകെ വിഷമിക്കുന്നുണ്ട്. തൻ്റെ ശ്രീയേട്ടൻ്റെ മുന്നിൽ കാണുമ്പോഴത്തേനും അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. ശ്രീയേട്ട, എത്ര കാലമായി ശ്രീയേട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ മാത്രം അത് വിശ്വസിച്ചതുപോലുമില്ല. കാരണം ശ്രീയേട്ടൻ എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നു. ഞാൻ എന്തായാലും തിരിച്ചു വരാതിരിക്കില്ല. കാരണം നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എനിക്കറിയാം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ തിരിച്ചു വന്നതും, അല്ലാതെ വേറൊന്നുമല്ല. ആരെതിർത്ത് പറഞ്ഞാലും എനിക്കറിയാം നിൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും മരിച്ചു പോയിട്ടില്ല എന്നും, അതുകൊണ്ട് തന്നെയാണ് നീ ഇവിടെ കൊച്ചിയിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ തിരഞ്ഞ് ഞാനിവിടെ വന്നതും അത് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വിഷമം കൊണ്ട് നമ്മുടെ വർഷം ആകെ പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വഴുകിപ്പോയോ എന്നൊരു സംശയമുണ്ട് എനിക്കെന്നും പറയുന്നുണ്ട്. അതെന്താ വർഷം നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേനും, ഇവിടെ ഞാനൊരാളെ കണ്ടു, അയാളുമായിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് 6 മാസം ഞാൻ സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാളുമായിട്ട് ഞാൻ ചേരാൻ വേണ്ടിയിട്ട്, അതായത് വിവേകുമായിട്ട്. അതിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ശ്രീയേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ശ്രീയേട്ടൻ്റെ കൂടെ ജീവിക്കാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിന് മുന്നേ ശ്രീയേട്ടൻ തിരിച്ചു വന്നു. പക്ഷേ വിവേക് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ ശ്രീയേട്ടൻ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ശ്രീയാണെങ്കിലോ തൻ്റെ മനസ്സിൽ ആദ്യമായി കണ്ട പെൺകുട്ടിയാണ് വർഷ. വർഷയ്ക്കും അങ്ങനെ തന്നെയാണ്. കാരണം വർഷ വയനാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരേ ഒരാൾ ശ്രീനാഥ് മാത്രമാണ്. അവൾ ഏതവസ്ഥയിലും സ്വീകരിക്കാൻ അയാൾ എപ്പോഴും തയ്യാറായിരുന്നു. അതുകൊണ്ടായിരുന്നു ആർക്കും വിട്ടുകൊടുക്കില്ല, ജീവനുള്ളിടത്തോളം കാലം വർഷ തൻ്റെ സ്വന്തമാവുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ സമയത്ത് ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വർഷ. കാരണം ശ്രീ മുന്നിലൊക്കെ ഉണ്ട്, വിവേകും ഉണ്ട് തൻ്റെ ഒപ്പം. ഇനിയിപ്പോൾ വിവേക് തന്നെയാണ് ഒരു തീരുമാനം പറയേണ്ടത്. വർഷ ആകെ വിഷമത്തിലാണ് കേട്ടോ. വിവേക് എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. മാത്രമല്ല വിവേക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനാഥ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ശ്രീനാഥിനെ തന്നെ
വർഷ വിവാഹം കഴിക്കണം എന്ന് തന്നെയായിരിക്കും പറയാനുണ്ടാവുക എന്നുറപ്പാണ് കേട്ടോ. എന്തായാലും ശ്രീ ഒരു പാവമാണ്. അതുകൊണ്ട് തന്നെയാണ് വർഷയ്ക്ക് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നതും എല്ലാം തന്നെ. അവളുടെ മനസ്സിൽ നിന്ന് ഒരു അംശം പോലും മാറ്റി നിർത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഷ അവന് തന്നെ സ്വന്തമാണെന്നാണ് കേട്ടോ എല്ലാവരുടെയും ആഗ്രഹം. എന്തായാലും വരുന്ന എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.